ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. കേക്ക് പുറത്തേക്ക് സെയിൽ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കാര്യമായിട്ട് ടൂൾസിനെ കുറിച്ചൊന്നും അറിയില്ല. അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ട എല്ലാ ടൂൾസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയാണിത്. ആദ്യമായിട്ട് നമുക്ക് മെഷറിംഗ് കപ്സ് വേണം. 1 കപ്പ്, 1/2 കപ്പ്, 1/3 കപ്പ്, 1/4 കപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ മെഷറിംഗ് സ്പൂൺസും ഉണ്ട്. 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാനായിട്ട് നമുക്ക് അരിപ്പ ആവശ്യമുണ്ട്. ഇത് മിക്സിംഗ് ബൗൾസാണ്. മുട്ട ബീറ്റ് ചെയ്തെടുക്കാനും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനും മിക്സ് ചെയ്യാനൊക്കെ നമുക്ക് മിക്സിംഗ് ബൗൾസ് ആവശ്യമുണ്ട്. ഇത് ബലൂൺ വിസ്കാണ്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനും കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് ഇലക്ട്രിക് ബീറ്ററാണ്. എഗ്ഗ് ബീറ്റ് ചെയ്യാനും അതുപോലെ മിക്സൊക്കെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ. പല ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ബീറ്റർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ പ്രസ്റ്റീജിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴിയായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ ബേക്കിംഗ് ടിൻ ആവശ്യമുണ്ട്. ഇത് പല ഷേപ്പിലും പല വലുപ്പത്തിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. സ്ക്വയർ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും അതുപോലെ മിക്കി മൗസ് കേക്ക് ഉണ്ടാക്കാനും കിറ്റി കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് മോൾഡുകൾ ഇപ്പോൾ കിട്ടും. 1 കിലോയുടെയും 2 കിലോയുടെയും 1/2 കിലോയുടെയൊക്കെ അളവിൽ നമുക്ക് ബേക്കിംഗ് ടിൻസ് വാങ്ങിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ബട്ടർ പേപ്പർ വേണം. ബേക്കിംഗ് ടിന്നിൻ്റെ അടിഭാഗത്ത് ഓയിലും ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാനും സൈഡ് ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ബട്ടർ പേപ്പർ ആവശ്യമുണ്ട്. ഇതുണ്ടെങ്കിൽ കേക്ക് ബേക്കായി കഴിയുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ്. അടുത്തതായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. ഇത് രണ്ടും വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ കേക്ക് ഹാർഡാവാനും നല്ലതുപോലെ പൊങ്ങി വരാതിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കി മാത്രം വാങ്ങിക്കണം. അടുത്തതായിട്ട് കാണിക്കുന്നത് ടൂത്ത് പിക്കാണ്. കേക്ക് ബേക്കായി കഴിയുമ്പോൾ കേക്ക് ബേക്കായോ എന്ന് അറിയാനായിട്ട് കുത്തി നോക്കാൻ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇത് പേസ്ട്രി ബ്രഷാണ്. ബേക്കിംഗ് ടിന്നിൻ്റെ അടിഭാഗത്ത് ബട്ടറോ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് സ്പാച്ചിലയാണ്. മുട്ടയൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു സ്പാച്ചില ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇത് കേക്ക് ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള നൈഫുകളാണ്. ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കേക്കുകളെല്ലാം ഒരേ ലെവലിൽ തന്നെ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ നൈഫ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. ഇത് പല ബ്രാൻഡിൻ്റെ കിട്ടും. റിച്ച്, വിവോ, ഫിയോന ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് പൈപ്പിംഗ് ബാഗ് ആവശ്യമുണ്ട്. ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗും അതുപോലെ റീയൂസ് ചെയ്യാവുന്ന പൈപ്പിംഗ് ബാഗും നമുക്ക് ലഭ്യമാണ്. ഇത് കപ്ലറാണ്. ഇതുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഇതിട്ടതിന് ശേഷം നോസിൽ സെറ്റ് ചെയ്യാനും ഒരു നോസിൽ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് കേക്കിൽ ഡിസൈൻ ചെയ്യാൻ നോസിലുകൾ ആവശ്യമാണ്. പല ഷേപ്പിലുള്ള നോസിലുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഫ്ലവറുകൾ വരയ്ക്കുന്നത്, അതുപോലെ റോസ് ഫ്ലവർ, പലതരത്തിലുള്ള ഡിസൈൻസ് ഇതിൽ കാണുന്നത് പോലത്തെയൊക്കെ വരയ്ക്കാനായിട്ടുള്ള നോസിലുകൾ നമുക്ക് ഒരു സെറ്റായിട്ടും അതുപോലെ ഓരോന്നായിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്.
അടുത്തതായിട്ട് കേക്ക് ഐസിങ് ചെയ്യുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ കളറുകൾ ആവശ്യമാണ്. ജെൽ കളർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കളർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതും കുറച്ച് എക്സ്പെൻസ് ആയിട്ടുള്ള കളറുകൾ എടുക്കാനായിട്ട് നോക്കണം. ഇത് കേക്ക് ടേൺ ടേബിൾ ആണ്. ഇതുണ്ടെങ്കിൽ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ഇത് ഐസിങ് നൈഫുകളാണ്. ഇതുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനും നല്ലതുപോലെ ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. ഈ ഒരു ഐസിങ് നൈഫ് ഉണ്ടെങ്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണിത്. ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇത് സ്ക്രാപ്പറാണ്. ഇത് കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ നല്ലതുപോലെ ലെവൽ ചെയ്തും ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ ഉപയോഗിക്കാം. ഇത് വെയിറ്റ് മെഷീനാണ്. കേക്കൊക്കെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ വെയിറ്റ് അറിയാനും അതുപോലെ നമുക്ക് കേക്കിന് വേണ്ട സാധനങ്ങളൊക്കെ മെഷർ ചെയ്തെടുക്കാനൊക്കെ ഒരു വെയിറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് പാക്കിംഗ് കവറാണ്. കേക്ക് സെയിൽ ചെയ്യുമ്പോൾ കേക്ക് പാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കവർ ആവശ്യമാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടും കേക്കിൻ്റെ ബേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് കേക്ക് ബോർഡാണ്. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഈ കേക്ക് ബോർഡിൻ്റെ മുകളിൽ കേക്ക് വെച്ചിട്ടാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് കേക്ക് പുറത്തേക്ക് സെയിൽ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട എല്ലാ ടൂൾസും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.